ഞങ്ങളൊരിക്കൽ എനിക്ക് തോന്നുന്നത് യു പിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുലായം സിംഗ് യാദവിന്റെ കൂടെ ഞാനും അഭിവന്ദ്യനായ അബ്ദുൽ നാസർ മഅ്ദനിയും ഞങ്ങൾ പ്രചരണത്തിന് പോയി യു പിയിൽ ലക്നൌവിൽ. അപ്പൊ ലക്നൌവിൽ നിന്ന് സുൽത്താൻപൂരിലേക്കുള്ള പോകുന്ന വഴി വെള്ളിയാഴ്ച ബൈ റോഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെയുള്ള ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി, ചെറിയൊരു നിസ്കാരപ്പള്ളി. ഞങ്ങളുടെ കൂടെ അന്ന് മഹാരാഷ്ട്രയിലെ PDPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സയ്യിദ് മുഹമ്മദ് നവാബ് ഉണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സയ്യിദ് മുഹമ്മദ് നവാബ് എണീറ്റ് നിന്ന് അബ്ദുൽ നാസർ മഅ്ദനിയെ പള്ളിയിൽ കൂടിയ സഹോദരന്മാർക്ക് പരിചയപ്പെടുത്തി. അപ്പൊ അവൾ എണീറ്റ് നിന്ന ആളുകളെ ഞാനിങ്ങനെ നോക്കി. എല്ലാവരും ജുബ്ബയും കളിത്തുണിയാണ് എടുത്തിട്ടുള്ളത്. അവരുടെ ജുബ്ബ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നപ്പോൾ അവര് ധരിച്ചിരുന്ന ജുബ്ബ ഉണ്ടല്ലോ, ആ ജുബ്ബ കഴുകിയിരിക്കുന്നു. പക്ഷേ അത് കഴുകിയിട്ടും ആ ജുബ്ബയിലെ ചളി പോയിട്ടില്ല. നമ്മളെ പള്ളിയിൽ ആരെങ്കിലും അങ്ങനെ വരാറുണ്ടോ? നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോ എല്ലാവരും നല്ല വൃത്തിയായി ഇസ്തിരി കിട്ട കുപ്പായം തുണിയൊക്കെ എടുത്തിട്ടാണ് പള്ളിയിൽ പോവുക. എന്തുകൊണ്ടാ അവർക്കിത് പറ്റാത്തത്? സാധാരണ ഏതൊരു മുസ്ലിമും ജുമാക്ക് നിസ്കരിക്കാൻ പോകുമ്പോ അവന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജുമാക്ക് പോവുക. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് അത് സാധ്യമാവാതിരുന്നത്? അവർക്ക് ആ ജുബ്ബയല്ലാതെ വേറൊന്നില്ല അവർക്ക് എടുത്തണിയാൻ. ജമ്മിത്തം അവസാനിപ്പിച്ച കേരളവും ജമ്മിത്തത്തിന്റെ ക്രൂരതകളും ചൂഷണവും നിലനിൽക്കുന്ന ഉത്തർപ്രദേശും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യർക്ക് വേണ്ടി പോരടിക്കാൻ ആ മനുഷ്യരാണ് പശുവിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത്. അവരെ ആളുകൾ വളയുമ്പോ സാധാരണഗതിയിൽ നമ്മൾ ഏതായാലും മരിക്കും, എന്നാ പിന്നെ ഒരുത്തനെ കൈകാര്യം ചെയ്തിട്ടേ നമ്മൾ മരിക്കുള്ളൂ. അല്ലെങ്കിൽ അവനെ കൊണ്ട് കഴിയുന്ന മാതിരി ഇവരെ നേരിടാം. നമ്മളെ നാട്ടിലാണെങ്കിൽ അതല്ലേ ചെയ്യുക, വെറുതെ മരിച്ചു കൊടുക്കുവോ? ആരെങ്കിലും വെറുതെ മരിച്ചു കൊടുക്കുവോ? നമ്മൾ അവനവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യില്ലേ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അവർക്ക് തിരിച്ചടിക്കണം എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത രൂപത്തിൽ അവരുടെ മനസ്സിൽ അവരുടെ ബുദ്ധിയിൽ പരാജയത്തിന്റെ കഠാര കുത്തിയിറക്കിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയാണ് അബ്ദുൽ നാസർ മഅ്ദനി ചോദ്യം ചെയ്തത്. മഅ്ദനി നിങ്ങളോട് കഠാര എടുത്തോ വാളെടുത്തോ ആരെങ്കിലും ആക്രമിക്കാനല്ല പറഞ്ഞത്. ആരെങ്കിലും നിങ്ങൾ വിമർശിക്കുമ്പോ, ആരെങ്കിലും നിങ്ങളുടെ നേതാക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രമാണങ്ങളെ, വിശ്വാസ പ്രമാണങ്ങളെ വിമർശിക്കുമ്പോൾ അവരെ കൈവെട്ടണം കാൽവെട്ടണം എന്നല്ല അബ്ദുൽ നാസർ മഅ്ദനി പറഞ്ഞത്. ഈ രാജ്യത്ത് ഭരണഘടനാപരമായി ഓരോ പൗരനുമുള്ള അവകാശം വിനിയോഗിക്കുന്നതിൽ വിവേചനം പാടില്ല. അങ്ങനെ വിവേചനമുണ്ടായാൽ എന്ത് ചെയ്യണം? അങ്ങനെ വിവേചനമുണ്ടായാൽ ഭരണഘടനാപരമായ മാർഗത്തിലൂടെ സംഘടിക്കുകയും സമരം ചെയ്യുകയും പ്രക്ഷോഭം നടത്തുകയും വേണം. പ്രമേയം പാസാക്കാനല്ല പറഞ്ഞത്, പ്രക്ഷോഭം നടത്തണം. അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അടുത്ത ദിവസം രാവിലെ ഞങ്ങള് പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ടൊന്നും ചോദിക്കരുത്. ഇതല്ല PDPയുടെ രാഷ്ട്രീയം. PDPയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ സജീവമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയം പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജനാധിപത്യത്തിന് 400 കൊല്ലത്തെ പഴക്കമുണ്ട്. 400 വർഷത്തെ പഴക്കമുള്ളൊരു സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ജനാധിപത്യം 400 വർഷത്തെ പഴക്കമുള്ളൊരു സംവിധാനമാണെന്ന് പറഞ്ഞാൽ ഇത് ഈ അവകാശങ്ങളൊക്കെ നമ്മൾ ഫോൺ ചെയ്താൽ, ഇപ്പൊ വൈകുന്നേരം നമ്മൾ ഫോൺ ചെയ്യൂലേ, ഒരു ഷവർമ കൊണ്ടുവരെ
ഒരു മന്തി കൊണ്ടുവരെ അല്ലെങ്കിൽ ഒരു അത് കൊണ്ടുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ചെയ്യൂലേ, ഇതുമാതിരി ഫോൺ ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു അവകാശ കമ്മിറ്റി, നിങ്ങൾ ലേശം അവകാശം കൊണ്ട് ഇടുക, ഇതാ എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ അവകാശങ്ങൾ കിട്ടൂല. ആർക്ക് കിട്ടില്ല? സാധാരണ മനുഷ്യർക്ക് കിട്ടില്ല. എന്നാൽ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഭരണവർഗങ്ങൾ. അവരുടേതാണ് ജനാധിപത്യം. പക്ഷേ അവരുടേതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവില്ല. അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ ഭരണവർഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ സമ്മതം വാങ്ങിക്കാനുള്ള ഒരു പണിയാണ്. അതാണല്ലോ ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ്. എന്താ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം? ഒരു പ്രധാന അടിസ്ഥാനം തെരഞ്ഞെടുപ്പാണ്, അല്ലേ? ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ സർവ്വ സ്വതന്ത്രമായിരിക്കണം, ഒരു കൃത്രിമം പാടില്ല. ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം പാടില്ല എന്ന് പറഞ്ഞാൽ UAPA വരും. എന്നാലും ഞാൻ പറയാണ്, ഒരു കൃത്രിമം പാടില്ല. അതുപോലെ തന്നെ നീതിന്യായ വകുപ്പിൽ എല്ലാം സ്വതന്ത്രമായിരിക്കണം. നീതിന്യായ വകുപ്പിൽ എല്ലാം സ്വതന്ത്രമായിരിക്കണം. ആര്? ജഡ്ജിമാർ സ്വതന്ത്രരായിരിക്കണം. ജഡ്ജിമാർ സ്വതന്ത്രരാവുക എന്ന് പറഞ്ഞാൽ ചന്ദ്രചൂട് ചെയ്ത മാതിരിയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തക്കാരത്തിന് വിളിച്ചാൽ ജഡ്ജി സ്വതന്ത്രമാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അതിലും വലിയ സംഭവം 2 ദിവസം മുമ്പത്തെ പത്രത്തിൽ ഞാൻ കണ്ടു. അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനാണ്. ഈ അലഹബാദ് ഹൈക്കോടതിയിലേക്കാണ് ചമ്പൽ പള്ളിന്റെ കേസ് പോകാൻ പോണത്. ഇതാണ് ജനാധിപത്യത്തിന്റെ ഒരു രീതി. ഈ രീതിയെ, ഇതെന്തുകൊണ്ടാണ് ഈ രീതി ഇങ്ങനെ ആവുന്നത്? അതിന്റെ ഒരു തനി സ്വഭാവമാണ്. ജനങ്ങളുടെ സമ്മതം ഏതെങ്കിലും വിധേയത്തിൽ നേടിയെടുക്കാൻ, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ മെരുക്കാനുള്ള ഭരണവർഗങ്ങളുടെ ഒരു ഉപാധിയാണ്, ആയുധമാണ് ജനാധിപത്യം. അതേസമയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആയുധം തിരിച്ചടിക്കാനുള്ളതാണ്. എങ്ങനെ തിരിച്ചടിക്കുക? എൻ്റെ കയ്യിൽ വടിയും കൊണ്ട് ഇപ്പൊ ചെറുപ്പത്തിൽ കുട്ടികളെ ഉമ്മയും ബാപ്പിയൊക്കെ അടിക്കാൻ പോകുമ്പോൾ കയ്യിൽ വടിയിരിക്കുമ്പോൾ ചില കുട്ടികൾ ബിരുദന്മാരായ കുട്ടികളുണ്ട്. ആ വടി ഇങ്ങോട്ട് പിടിക്കൂലേ? ആ വടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പൊ തല്ലും ഞാന്ന് പറയില്ലേ? ആ പിടുത്തം പിടിക്കണം. ആ പിടുത്തം പിടിച്ചുകൊണ്ട് എങ്ങനെയാ അത് പിടിക്കുക? നിങ്ങളുടെ കയ്യിൽ അധികാരം ഉണ്ടെങ്കിൽ, നിങ്ങൾ കോടതിയാണെങ്കിൽ, നിങ്ങൾ പാർലമെന്റ് ആണെങ്കിൽ, നിങ്ങൾ നിയമസഭയാണെങ്കിൽ, ഞങ്ങൾ ജനങ്ങളാണ്. ജനാധിപത്യം എന്നുള്ള സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ശക്തി ഞങ്ങളാണ്. ഞങ്ങളില്ലെങ്കിൽ, ഞങ്ങളുടെ അധ്വാനമില്ലെങ്കിൽ, ഞങ്ങളുടെ നികുതി ഇല്ലെങ്കിൽ, ഉപ്പിനും മുളകിനും ഞങ്ങൾ നികുതി തരുന്നില്ലെങ്കിൽ, ഞങ്ങൾ നികുതി ബഹിഷ്കരിച്ചാൽ, ഞങ്ങൾ പണിയെടുക്കൽ ബഹിഷ്കരിച്ചാൽ, ഞങ്ങൾ നിങ്ങളുമായുള്ള സഹകരണം ബഹിഷ്കരിച്ചാൽ ഒരടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആർക്കത് പറയാൻ കഴിയുക? അംബാനിയോ അഡാനിയോ വിചാരിച്ചാൽ അത് പറയാൻ കഴിയില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ കയറിയിരിക്കുന്ന ഒരു നേതാവിനും പറയാൻ കഴിയില്ല. കാരണം ആ നേതാവ് പറയുമ്പോൾ അയാളുടെ വീട്ടിന്റെ മുമ്പിൽ എപ്പോഴാണ് മറ്റേ ഇൻകം ടാക്സിന്റെ അല്ലെങ്കിൽ മറ്റേ ഇവരുടെ വണ്ടി പോയി അയാളുടെ പൊക്കുക എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. നമ്മളെ നിസ്സഹായതയാണ്. കോടീശ്വരന്മാരുടെ കേന്ദ്രമാണ് ഇന്ത്യൻ പാർലമെന്റ്. പണ്ട് പാർലമെന്റുകളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ലെനിൻ പറഞ്ഞു, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പന്നിക്കൂടാണ്. ഇന്നിപ്പോ പന്നിക്കൂടിനേക്കാൾ മോശമാണ്. പാർലമെന്റ് പന്നിക്കൂടാന്ന് പറഞ്ഞാൽ പന്നികൾ നമ്മളെ മുകളിൽ കേസ് കൊടുക്കുന്ന അവസ്ഥയാണ്. ആരാണ് ഈ പാർലമെന്റ് ഉണ്ടാക്കുന്നത്? ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ നിയമങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങൾ എന്നുള്ള ഈ മഹാസ്ഥാപനം വേണം. ആ മഹാസ്ഥാപനത്തിന്റെ പേരിലാണ് 400 വർഷക്കാലമായി ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നത്. അപ്പൊ ജനാധിപത്യ സംവിധാനം തകരാതെ നിൽക്കുന്നത് അതിന്റെ സ്ഥാപനങ്ങളെ നമ്മൾ പ്രവർത്തനക്ഷമമാക്കുമ്പോഴാണ്. അതിന്റെ സ്ഥാപനങ്ങൾ ഭരണവർഗങ്ങൾക്ക് അനുകൂലമായി തിരിയുമ്പോൾ അതിനെ ചെറുക്കാൻ കെൽപ്പുള്ള,
ജനകീയ പോരാട്ടങ്ങൾ ഈ രാജ്യത്ത് ഉയർന്നു വരണം. ആ ജനകീയ പോരാട്ടത്തിലൂടെ മാത്രമാണ് ഈ ജനാധിപത്യം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ കേട്ടോ. ആ ജനകീയ പോരാട്ടം കൊണ്ട് മാത്രമാണ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ അവകാശങ്ങൾ വരികയുള്ളൂ. അവരുടെ അവകാശങ്ങൾ കോടതിയിലായാലും പാർലമെന്റിലായാലും നിയമസഭയിലായാലും അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണമെങ്കിൽ ഭരണഘടന 100 പ്രാവശ്യം വായിച്ചതുകൊണ്ടോ കോപ്പി എഴുതിയതുകൊണ്ടോ കാണാപ്പാഠം പഠിച്ചതുകൊണ്ടോ സെമിനാറിൽ പോയി പ്രസംഗിച്ചതുകൊണ്ടോ ബുദ്ധിജീവി ചമഞ്ഞതുകൊണ്ടോ ഒന്നും സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല. ആ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സമരത്തിന്റെ പാതയിലേക്ക് രാജ്യത്തെ ജനങ്ങളെ കൈപിടിച്ച് നടത്തിയേക്കൂ. ഇന്നത്തെ സാഹചര്യത്തിൽ സമരം എന്ന് കേട്ട ആൾക്കാർക്ക് പേടിയാണ്, സാധാരണക്കാർക്കും പേടിയാണ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധ്യമല്ല എന്നുള്ള തരത്തിൽ കിട്ടിയത് വാങ്ങിപ്പോരുക. വെടിയുണ്ടയാണെങ്കിൽ വെടിയുണ്ട, പുഴുള്ള റേഷനരി ആണെങ്കിൽ പുഴുള്ള റേഷനരി, വെള്ളം ഒഴിച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ വെള്ളം ഒഴിച്ച വെളിച്ചെണ്ണ, ഇങ്ങനെ കിട്ടുന്നത് വാങ്ങിപ്പോരുക എന്നുള്ള ഭരണകൂട വാദം. ഭരണകൂടം മനുഷ്യന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച, നിങ്ങൾ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കൂല, ഞങ്ങളുടെ കയ്യിൽ കോടതിയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പട്ടാളമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പോലീസുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അധികാരത്തിന്റെ വലിയ ദണ്ടുണ്ട്, വടിയുണ്ട്, ഇരുമ്പ് വടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ പേടിപ്പിക്കുന്ന ഈ കാലത്ത് മനുഷ്യാവകാശം നിലനിൽക്കണമെങ്കിൽ മനുഷ്യന്റെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും ആത്മീയവുമായ വിദ്യാഭ്യാസപരമായ ലിംഗ നീതിക്കനുസൃതമായി മനുഷ്യാവകാശം നിലനിൽക്കണമെങ്കിൽ അതിനുവേണ്ടി പോരാടിക്കുന്ന രാഷ്ട്രീയ സമൂഹങ്ങളെ, രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ അവരെ പ്രചോദിപ്പിക്കേണ്ടതുണ്ട്, ഉദ്ദീപിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രചോദനത്തിന്റെ രാഷ്ട്രീയം ആണ് യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മഅ്ദനിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ രാജ്യത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ആ പാർട്ടിയുടെ പ്രവർത്തകർ, നേതാക്കൾ, വക്താക്കൾ എന്നുള്ള നിലയിൽ ഈ തണുത്തുറഞ്ഞു കിടക്കുന്ന ജനാധിപത്യ പൊതുമണ്ഡലത്തെ ചൂടാക്കാൻ, അതിനെ സജീവമാക്കാൻ, മനുഷ്യനെ നിർഭയരായി ജീവിക്കുവാനും നിർഭയരായി ഭരണകൂടത്തോട് ചെറുത്തു നിൽക്കുവാനും വിരൽ ചൂണ്ടുവാനും കെൽപ്പുള്ള ജനാധിപത്യ പൗരന്മാരായി മാറ്റി തീർക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്യണം, പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദ്യം.